ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യ ജപ്പാനെ പിന്തള്ളിയാണ് ഇന്ത്യ 5ാം സ്ഥാനത്ത് നിന്ന് 4ാം സ്ഥാനത്തേക്ക് കുതിച്ചത്. നീതി ആയോഗ് സിഇഒ BVR സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള സാമ്പത്തിക അന്തരീക്ഷം ഇന്ത്യക്ക് അനുകൂലമായി തുടരുന്നു. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എന്ന് നീതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമ്മൾ $4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര നാണയനിധിയുടെ ഡാറ്റ ഉദ്ധരിച്ചാണ് സിഇഒ BVR സുബ്രഹ്മണ്യം ഈ കാര്യം വ്യക്തമാക്കിയത്. ഇപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ജപ്പാനേക്കാൾ വലുതായി മാറിയിരിക്കുന്നു. ഈ നാഴികക്കല്ല് പിന്നിട്ടുകൊണ്ട് ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു. ഇപ്പോൾ അമേരിക്ക, ചൈന, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. നമ്മുടെ പദ്ധതിയിൽ ഉറച്ചു നിന്നാൽ അടുത്ത 2.5 മുതൽ 3 വർഷത്തിനുള്ളിൽ ജർമ്മനിയെ മറികടന്ന് 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി നമ്മൾ മാറുമെന്നും സുബ്രഹ്മണ്യം കൂട്ടിച്ചേർത്തു. 2030-ൽ ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് റേറ്റിംഗ് ഏജൻസിയായ S&P നേരത്തെ പ്രവചിച്ചിരുന്നു. 2026-27 രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ച 7% എത്തുമെന്നും അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. 2027-28 ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് രാജ്യാന്തര നാണയനിധിയുടെ പ്രവചനം. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യ ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറുമോ എന്നത് വളർച്ചയിൽ നിർണായകമാണെന്നും S&P പറഞ്ഞിരുന്നു.